ഇന്ന് ആഭ്യന്തര കലാപം മാർക്സിസ്റ്റ് പാർട്ടിയെ അട്ടിമുട്ടി തകർത്തിരിക്കുകയാണ്. എന്താ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് സംഭവിച്ചിരിക്കുന്നത്? എവിടെയും വിഭാഗീയതയാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നാളിതുവരെ നേരിടാത്ത ആഭ്യന്തര സംഘർഷമാണ്, അതിനകത്ത് ആശയക്കുഴപ്പമാണ്, പൊട്ടിത്തെറിയാണ് പ്രിയമുള്ളവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പിണറായി വിജയന്റെ 8 വർഷത്തെ ഭരണവും നാം കണ്ടു നോക്കുക. ഇതുപോലൊരു നാറിയ ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പോലും ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് ഈ ഭരണം അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. അല്ലേ? മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹം അതാണ്. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ മാത്രമല്ല, കേരളത്തിൽ നോക്കൂ നിങ്ങൾ. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടി. ഏതാണ്ട് 10-60 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 30,000-ലധികം വോട്ടുകൾ നേടി. ആറ്റിങ്ങലും തിരുവനന്തപുരത്തും കപ്പിനും ചുണ്ടിനുമിടയിലാണ് വിജയം നഷ്ടപ്പെട്ടത്. LDF-ന് വോട്ട് കുറഞ്ഞു, UDF-ന് വോട്ട് കുറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനവും വോട്ടിന്റെ എണ്ണവും വർദ്ധിപ്പിച്ച ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും മുന്നണി BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യവുമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയം, വികസനത്തിന്റെ രാഷ്ട്രീയം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പൊ ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്, ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ കുറച്ച് വോട്ടുകൾ കുറഞ്ഞതുകൊണ്ട് BJP കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എന്തോ തകർച്ച നേരിടുന്നു എന്നുള്ളത്. നിങ്ങളെല്ലാവരും ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. 3 ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? നേരത്തെ ഉണ്ടായിരുന്നു തന്നെയാണ് സംഭവിച്ചത്. വയനാട്ടിൽ കോൺഗ്രസ് ജയിച്ചു. ചേലക്കര CPM ജയിച്ചു, ഇപ്പോഴും ജയിച്ചു. പാലക്കാട് UDF ജയിച്ചു, ഇപ്പോഴും ജയിച്ചു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4,000 വോട്ട് കുറഞ്ഞതുകൊണ്ട് BJP തകർന്നു എന്ന് കരുതുന്നവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, 2025 നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ നോക്കണം, മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ ഏറ്റവും തകർച്ചയിലാണ്. അതിന് കാരണഭൂതൻ നമ്മുടെ ഈ പിണറായി വിജയന്റെ ദുർഭരണവുമാണ്. സാമ്പത്തിക തകർച്ച. നോക്കൂ നിങ്ങൾ, ശമ്പളം കൊടുക്കാൻ കാശില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ല, ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നില്ല, പണം കൊടുക്കുന്നില്ല. കേരളമാകെ സ്തംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ പദ്ധതികളും പരിപാടികളും, നരേന്ദ്രമോദി സർക്കാർ നൽകിയ പണവും കൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമല്ലാതെ പിണറായി വിജയന്റെ ഈ സർക്കാരിൽ നിന്ന് ഒരു വികസന പ്രവർത്തനവും പ്രിയമുള്ളവരെ കേരളത്തിൽ നടക്കുന്നില്ല. കേരളം പരിപൂർണമായും നിശ്ചലമായിരിക്കുന്നു, നിഷ്ക്രിയമായിരിക്കുകയാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ പോലും ഈ പിണറായിയുടെ ഭരണമൊന്ന് അവസാനിച്ചു കാണാൻ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ CPM-ന്റെ തകർച്ച ഒരു വിഭാഗം CPM നേതാക്കന്മാർ അംഗീകരിച്ചിട്ടുണ്ട്, അവർക്കിത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന CPM-ന്റെ അപൂർവം നേതാക്കന്മാരിൽ ഒരു നേതാവാണ് ബഹുമാന്യനായ മുൻ സംസ്ഥാന മന്ത്രി AK ബാലൻ. AK ബാലൻ കഴിഞ്ഞ തവണ പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ സാധിക്കില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ ആകാൻ സാധ്യതയുണ്ട് എന്ന ബാലൻ ചില സമയം സത്യം പറയും. അവിടെ സത്യം പറയുന്ന ആളെ നമ്മൾ അംഗീകരിക്കണമല്ലോ. മാത്രമല്ല, ഞങ്ങള് ഈ AK ബാലന്റെ നാവ് ഒന്ന് പൊന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട്. അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുകയാണ് ഏത് ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ എന്ന്. അത് അതിന്റെ ആരംഭം പാലക്കാട് ഉണ്ടായിരിക്കുന്നു. എന്താ പാലക്കാട് CPM-ന്റെ
സ്ഥാനാർത്ഥി ആരാ? പാലക്കാടിന് ഒരു CPM-നെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ചരിത്രമുണ്ട്. AKG മത്സരിച്ച ഒരു ജില്ലയാണ്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികനായി EMS നമ്പൂതിരിപ്പാട് പട്ടാമ്പിയിലും മത്സരിച്ചു, ആലത്തൂരിലും മത്സരിച്ചു, പാലക്കാട് ജില്ലയിലാണ്. അതിനുശേഷം വേലിക്കകത്ത് അച്യുതാനന്ദൻ മലമ്പുഴയിൽ മത്സരിച്ചു, EK നായനാർ പാലക്കാട് മത്സരിച്ചു. അങ്ങനെ AK ഗോപാലനും EMS നമ്പൂതിരിപ്പാടും വേലിക്കകത്ത് അച്യുതാനന്ദനും ഏറമ്പറമ്പ് കൃഷ്ണൻ നായനാരും ഒക്കെ മത്സരിച്ച പാലക്കാട് ജില്ലയിൽ ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഒരു CPM-കാരനെ സ്ഥാനാർത്ഥിയാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞില്ല. അതും കോൺഗ്രസിന്റെ സഹായം തേടേണ്ടി വന്നു. MP ആകണമെങ്കിൽ കോൺഗ്രസിന്റെ സഹായം, സ്ഥാനാർത്ഥിയെ നിർത്തണമെങ്കിലും കോൺഗ്രസിന്റെ സഹായം മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വീകരിക്കേണ്ടി വന്നു. ഈനാമ്പേച്ചിയും മലപ്പട്ടിയും തെരഞ്ഞെടുപ്പ് ചിഹ്നമാകാൻ പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് പാലക്കാട് ലഭിച്ചത് കുഴലടയാളമാണ്. കുഴല് ഈനാമ്പേച്ചി തെരഞ്ഞെടുപ്പ് ചിഹ്നമാകുന്നതിന് ആരംഭമാണ് കുഴല് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി സ്വീകരിച്ചത്. ഇതൊക്കെ CPM-ന് ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ പതനത്തിന്റെയും രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെയും ഏറ്റവും വ്യക്തമായ തെളിവാണ് പ്രിയമുള്ളവരെ നാം കാണുന്നത്. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. കാരണം എന്താ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ പണ്ട് ഫ്രാക്ഷൻസ് ഉണ്ടാകാറുണ്ട്. ഇവർ വലിയ അഭിമാനത്തോടു കൂടി പറയും, ഞങ്ങളെ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ ആനത്തല പോലെയാന്ന. എന്താ സംഘടനാ സംവിധാനം? അതിനകത്ത് ബുദ്ധിജീവികളുടെ ഫ്രാക്ഷൻ, അതിനകത്ത് സർക്കാർ ജീവനക്കാരുടെ ഫ്രാക്ഷൻ, അതിനകത്ത് തൊഴിലാളികളുടെ ഫ്രാക്ഷൻ, അതിനകത്ത് കലാകാരന്മാരുടെ ഫ്രാക്ഷൻ. പക്ഷേ ഒരു ഫ്രാക്ഷനും കൂടിയുണ്ട്. അതെന്താ? അത് കൊട്ടേഷൻ സംഘങ്ങളുടെ ഫ്രാക്ഷൻ. കൊട്ടേഷൻ സംഘങ്ങളുടെ ഫ്രാക്ഷൻ. ഇപ്പോഴ് മാർക്സിസ്റ്റ് പാർട്ടി വളർന്ന് ബുദ്ധിജീവികളുടെ ഫ്രാക്ഷൻ ഇല്ല. മാർക്സിസ്റ്റ് പാർട്ടി വളർന്നിട്ട് തൊഴിലാളികളുടെ ഫ്രാക്ഷൻ ഇല്ല. CPM വളർന്നിട്ട് കലാകാരന്മാരുടെ ഫ്രാക്ഷൻ ഇല്ല. ഇപ്പം CPM-ൽ അവശേഷിക്കുന്നത് കൊട്ടേഷൻ സംഘങ്ങളുടെയും കൊലയാളികളുടെയും മാഫിയകളുടെയും അധോലോക സംഘങ്ങളുടെയും ഫ്രാക്ഷൻ മാത്രമാണ് CPM-ൽ ഇപ്പോ അവശേഷിക്കുന്നത്. ലോക്കൽ സെക്രട്ടറിമാരുടെ ജോലി എന്താ? ക്വാറിയിൽ നിന്ന് പണം വാങ്ങുക. ഏരിയ കമ്മിറ്റിയുടെ ജോലി എന്താ? സ്വർണ്ണക്കടത്തുകാരെന്നും പണം വാങ്ങുക. ജില്ലാ കമ്മിറ്റിയുടെ ജോലി എന്താ? സ്വർണ്ണ പൊട്ടിക്കൽ നടത്തുക. പിന്നെയോ നേതാക്കന്മാരുടെ മക്കളുടെ ജോലി എന്താ? മാസപ്പടി വാങ്ങുക. മുഖ്യമന്ത്രിയാകണമെങ്കിൽ എന്തൊക്കെ വേണം? സ്വർണ്ണക്കടത്ത് വേണം, കോഴക്കടത്ത് വേണം, ഡോളക്കടത്ത് വേണം, അധോലോക പ്രവർത്തനം വേണം. ഇതൊക്കെ ഗുണമുണ്ടെങ്കിൽ CPM-ന്റെ മുഖ്യമന്ത്രിയുമായി മാറാൻ സാധിക്കും. ഇതല്ലേ ഇന്നത്തെ CPM? അതുകൊണ്ടാണ് CPM അനിവാര്യമായ തകർച്ചയിലേക്ക് അതിവേഗം പോകുന്നു എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് CPM ജനപിന്തുണയില്ല, ജനപിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ CPM അണികളും നേതാക്കന്മാരും തയ്യാറാകുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഊറ്റം കൊള്ളുന്ന കയ്യൂരും കരിവള്ളൂരും മുനയംകുന്നും ഒഞ്ചിയവും അതുപോലെ തന്നെ തില്ലങ്കേരിയും പുന്നപ്രയും വയലാറും ചെങ്കൊടിയിൽ നിന്നും കാവിക്കൊടിയിലേക്ക് നീങ്ങുന്ന രാഷ്ട്രീയ മാറ്റമാണ് നാം കണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, കയ്യൂരും കരിവള്ളൂരും BJPക്ക് ബൂത്തുകളില് വലിയ ഗണ്യമായ വോട്ടിന്റെ വർധനവ്. അതേപോലെ കയ്യൂരും കരിവള്ളൂരും മാത്രമല്ല, തില്ലങ്കേരിയില്, മുനയംകുന്നില്, അതുപോലെ തന്നെ ഒഞ്ചിയത്ത്, അതുപോലെ CPM കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിപ്ലവമണ്ണായ പുന്നപ്ര വയലാറിൽ ഇന്ന് ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആലപ്പുഴ ജില്ലയിലെ 12 പഞ്ചായത്തുകള് CPM-ന്റെ രാവണൻകോട്ടയായിരുന്ന പഞ്ചായത്തുകളിൽ ഇന്ന് ഒന്നാം സ്ഥാനത്ത് അലങ്കരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയാണ്. വേലിക്കകത്ത് അച്യുതാനന്ദന്റെ സ്വന്തം വാർഡിൽ, വേലിക്കകത്ത് അച്യുതാനന്ദന്റെ സ്വന്തം ബൂത്തിൽ ഇത്തവണ ലീഡ് ചെയ്തത്, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരിയായ നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. ഭാരതീയ ജനതാ പാർട്ടിയാണ്, NDA ആണ്. ഒരു ചുവപ്പിൽ നിന്നും കാവിയിലേക്കുള്ള മാറ്റം ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും തകർന്നത് അധികാരത്തിലിരിക്കുന്ന സമയത്താണ്. ത്രിപുരയിൽ 25 കൊല്ലം ഭരണം നടത്തി
അധികാരത്തിലിരിക്കുന്ന സമയത്താണ് അവിടെ തകർച്ചയുണ്ടായത്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ബംഗാളിൽ 34 വർഷം അധികാരത്തിലിരുന്നതോടുകൂടിയാണ് അവിടെ തകർച്ചയുണ്ടായത്. അവിടെ ഇന്ന് ഒരു കാര്യം ഉറപ്പാ, നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബംഗാളിൽ നടന്നാൽ ഒന്നുകിൽ BJP ഭരണം നടത്തും, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കും. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരൊറ്റ നിയമസഭാ സീറ്റിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് കെട്ടിവെച്ച പൈസ ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ത്രിപുരയിലും ബംഗാളിലും CPM-ന് സംഭവിച്ച അതേ പതനം ഇത് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അറുകൊല രാഷ്ട്രീയം CPM-ന്റെ അടിവേറത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഉന്മൂലന രാഷ്ട്രീയം CPM-ന്റെ രാഷ്ട്രീയമായ ഉന്മൂലനമാണ് ഉണ്ടാക്കിയത്. ഇക്കാര്യത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, CPM രക്തസാക്ഷികളുടെ കുഴിമാടത്തിൽ മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താറുണ്ട്. ഇനി കേരളത്തിൽ പുഷ്പാർച്ചന നടത്തേണ്ടി വരുന്നത് CPM-ന്റെ മണ്ഡപത്തിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ CPM-ന്റെ അധപ്പതനത്തിന് ഒരു കാരണഭൂതൻ അത് പിണറായി വിജയനാണ്. CPM-ന് ശവക്കല്ലറ പണിയാൻ കാലം കരുതി വെച്ച നേതാവായിട്ട് പിണറായി വിജയൻ മാറി എന്ന് സൂചിപ്പിക്കുക. ഇപ്പൊ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നേരത്തെ സജീവൻ സൂചിപ്പിച്ചതുപോലെ ജമായത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, അതുപോലെ SDPI തീവ്രവാദ ഭീകരവാദ സംഘടനകളുമായിട്ട് രാഷ്ട്രീയ സഖ്യവും സഹകരണവും ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. വർഗവാദികളും വർഗീയവാദികളും കേരളത്തിൽ ഒരുമിക്കുന്നു. ഇപ്പോ കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് എന്തോ പിണറായി വിജയൻ പറഞ്ഞപ്പോ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പറഞ്ഞു, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, കോഴിക്കോട് ഞങ്ങളുടെ ഹീറ ഇവിടെയുള്ള ഓഫീസിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസ് ഹീറ മന്ദിർ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസുണ്ട്. ആ ഓഫീസിൽ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വവുമായിട്ട് താങ്കൾ നടത്തിയ ചർച്ച വിസ്മരിച്ചുവോ? പിണറായി വിജയന് മറവി രോഗമൊന്നുമില്ല, ബോധപൂർവം മറക്കുകയാ. അങ്ങനെ ഈ കോഴിക്കോട് ജില്ലയിൽ പല തീവ്രവാദ സംഘടനാ നേതാക്കന്മാരുമായി രഹസ്യ ചർച്ചയും പരസ്യ ചർച്ചയും നടത്തിയ പിണറായി വിജയൻ ഇപ്പോ ഹിന്ദു വോട്ടിൽ കണ്ണുവെച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. പ്രിയമുള്ളവരെ, വീണ്ടും മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി രാഷ്ട്രീയ സഖ്യവും സഹകരണമുണ്ടാക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി പരിശ്രമിക്കുന്നത്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, കോൺഗ്രസുമായിട്ടും സഖ്യമുണ്ടാക്കുകയാണ്. ഇപ്പൊ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. 20ാം പാർട്ടി കോൺഗ്രസ് നടന്നത് ഈ കോഴിക്കോടിന്റെ മണ്ണിലാണ്. കോൺഗ്രസിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കോഴിക്കോട് നടന്ന 20ാം പാർട്ടി കോൺഗ്രസ് അവസാനിച്ചത്. പക്ഷേ കോഴിക്കോട് നിന്ന് മധുരയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തുമ്പോൾ കോൺഗ്രസുമായിട്ട് ചങ്ങാത്തമുണ്ടാക്കി മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കോൺഗ്രസിന്റെ അടുക്കളയിലെ അടിച്ചു കളിക്കാനായി അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ കൂട്ടുപിടിച്ചാലും കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയെ കൂട്ടുപിടിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ തിളക്കമാർന്ന BJP വിജയം വ്യക്തമാക്കുന്നത്. പ്രിയമുള്ളവരെ, വ്യക്തമാക്കുന്നത് കോൺഗ്രസ് 52 കൊല്ലം മഹാരാഷ്ട്ര ഭരിച്ചത്. ഒരുപാട് ദേശീയ നേതാക്കന്മാർക്ക് കോൺഗ്രസ് സംഭാവന ചെയ്ത സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പക്ഷേ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ജയിച്ചത് 16 സീറ്റ് മാത്രമാണ്. അതായത് 15% സീറ്റിലാണ് കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ വിജയിച്ചത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ആകെ മത്സരിച്ച സീറ്റിൽ 95% വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും നരേന്ദ്രമോദിയുടെയും വിജയമെന്ന് അഭിമാനത്തോടുകൂടി പറയുക. ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെയും BJPയെ തോൽപ്പിക്കാൻ പുതിയ സഖ്യം നിലവിൽ വരികയാണ്. അത് ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റും വർഗവാദികളും വർഗീയവാദികളും, അതുപോലെ കോൺഗ്രസും. 3 സി. കമ്മ്യൂണിസ്റ്റ് അതിൽ സി, കമ്മ്യൂണലിസ്റ്റ് സി, കോൺഗ്രസ് സി,
സി ക്യൂബ്ഡ് സഖ്യം ഈ കേരളത്തിന്റെ മണ്ണിൽ പിറവിയെടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ സി ക്യൂബ്ഡ് സഖ്യം ഇനി എത്രമാത്രം ശക്തി പ്രാപിക്കാൻ ശ്രമിച്ചാലും മലയാളികൾ നരേന്ദ്രമോദിയോടൊപ്പം, BJPയോടൊപ്പം, NDAയോടൊപ്പം, വികസനത്തിന്റെ രാഷ്ട്രീയത്തോടൊപ്പം അണിനിരക്കുമെന്ന കാര്യത്തിൽ പ്രിയമുള്ളവരെ യാതൊരു സംശയവുമില്ല. ഈ സി ക്യൂബ്ഡ് സഖ്യം എത്രമാത്രം അപകടകരമാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് മുനമ്പം. ഇപ്പൊ വഖഫ് ബോർഡ്, വഖഫ് എന്നുള്ളത് കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു. ഈ വഖഫ് ഇപ്പം മുനമ്പത്ത് 610 കുടുംബങ്ങളോടാണ് കുടിയൊഴിഞ്ഞു പോകാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് വയനാട്ടിലെ തലപ്പുഴയിൽ പോയിരുന്നു, ഞങ്ങളൊക്കെ രാജനും പത്മനാഭനും ഒക്കെ പോയിരുന്നു. അവിടെ തലപ്പുഴയിലെ 5.5 ഏക്കർ ഭൂമിയിലെ പാവപ്പെട്ട കർഷകരോട് വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്നു കുടിയിറങ്ങണം. അതുപോലെ ചെല്ലാനത്ത് കുടിയിറങ്ങാൻ പറഞ്ഞിരിക്കുന്നു. ചാവക്കാട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോട്, പാവപ്പെട്ട ആളുകളോട് കുടിയിറങ്ങാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കുടിയിറക്ക് കേരളമാകെ വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ഈ ഞങ്ങൾ പറയുന്നു വഖഫ് ബോർഡിന്റെ കുടിയിറക്ക്, ഈ വഖഫ് ബോർഡ് കുടിയിറക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഒരു തീവ്രവാദ പ്രവർത്തനമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇത് കേവലം പാവപ്പെട്ടവരെ, അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും, അവരെ പിറന്ന മണ്ണിൽ നിന്ന് കുടിയിറക്കുക മാത്രമല്ല, ഇത് മറ്റൊരു തീവ്രവാദമാണോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുകയാണ്. ഈ വഖഫ് ബോർഡിനെ കൊണ്ട് പാവങ്ങളെ കുടിയിറപ്പിക്കാൻ നോട്ടീസ് കൊടുക്കാൻ അവർക്ക് ധൈര്യം നൽകിയത്, ഈ തീവ്രവാദ പ്രവർത്തനത്തിന് അവരെ പ്രാപ്തരാക്കി മാറ്റിയത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമാണ്, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുമാണ്. അതുകൊണ്ട് പ്രിയമുള്ള ഞങ്ങൾ പറഞ്ഞത് എന്താണ്, കമ്മ്യൂണലിസ്റ്റും കോൺഗ്രസും ഈ കേരളത്തിന് മണ്ണിൽ ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് മുനമ്പം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തലപ്പുഴ ബോധ്യപ്പെടുത്തുന്നത്, കണ്ണൂരിലെ തളിപ്പറമ്പ് ബോധ്യപ്പെടുത്തുന്നത്, തൃശ്ശൂരിലെ ചെല്ലാനം ബോധ്യപ്പെടുത്തുന്നത്. ഇതൊരു പുതിയ അപകടമാണ്. നിങ്ങൾ നോക്കൂ, 9 ലക്ഷം ഹെക്ടർ ഭൂമി ഇപ്പൊ തന്നെ വഖഫ് ബോർഡിനുണ്ട്. വീണ്ടും പാവങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മാത്രമല്ല, ഈ കുടിയിറക്കിന് പ്രേരണയും പ്രചോദനം നൽകുകയാണ് സംയുക്ത പ്രമേയത്തിലൂടെ UDFും LDFും നിയമസഭയിൽ ചെയ്തത്. പാവങ്ങളെ പിറന്ന മണ്ണിൽ നിന്നും കുടിയിറക്കാൻ വഖഫ് ബോർഡിനെ പ്രേരിപ്പിച്ചത് ആ വഖഫ് നിയമമാണ്. ആ നിയമത്തിൽ പാവപ്പെട്ടവന്റെ കുടിയിറക്കുന്ന വഖഫ് നിയമത്തിന്റെ ഒരു വരി പോലും മാറ്റാൻ പാടില്ല എന്നാണ് സംയുക്ത പ്രമേയത്തിലൂടെ പിണറായി വിജയനും VD സതീശനും സംയുക്തമായി ആവശ്യപ്പെട്ടത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഞാൻ ഓർക്കണം, ഇതൊരാദ്യ സൂചന മാത്രമാണ്. ഇവരെ ഈ മുക്കൂട്ട് മുന്നണി കേരളത്തിൽ പിറവിയെടുക്കുമ്പോൾ തന്നെ ഇതാണ് അപകടം. ഇന്ന് പാവപ്പെട്ട ഹിന്ദുക്കൾക്കെതിരായിട്ട്, ക്രിസ്ത്യാനികൾക്കെതിരായിട്ടാണ് നീക്കമെങ്കിൽ ഞാൻ പറയുന്നു, നാളെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിനെതിരായിട്ടും ഇവർ നീങ്ങുമെന്ന കാര്യം സംശയവുമില്ല. പക്ഷെ ഇപ്പോഴും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ടാണ്. ഇവരുടെ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് വഖഫ് ഈ കുടിയിറക്കിലൂടെ നടത്തുന്നത്. ഇത് തീവ്രവാദത്തിന്റെ രാഷ്ട്രീയമാണ്. അതിന് പ്രേരണയും പ്രചോദനവും നൽകുന്നത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ്. ഇത് ഭാവിയിൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കും. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, മുനമ്പത്തല്ല, ചെല്ലാനത്തല്ല, തലപ്പുഴയിലല്ല, ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരിടത്തും ഒരു കർഷകനെയും സ്വന്തം പിറന്ന മണ്ണിൽ നിന്ന് കുടിയിറക്കാൻ വഖഫ് ബോർഡിനെ BJP അനുവദിക്കില്ല എന്ന് വ്യക്തമായി പറയുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ സിരകളിലൂടെ രക്തമൊഴുകുന്ന കാലത്തോളം വഖഫ് ബോർഡിന് ഒരു കർഷകനെയും കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കുടിയിറക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിട്ട് അവർ താക്കീത് നൽകുകയാണ്. വഖഫ് ബോർഡ് വരട്ടെ, പിണറായി വിജയനെയും VD സതീശനെയും കൂട്ടിക്കൊണ്ടുവരട്ടെ. നേരിടാൻ കർഷകരോടൊപ്പം, സാധാരണക്കാരോടൊപ്പം, മത്സ്യത്തൊഴിലാളികളോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. ഞങ്ങൾ പാവപ്പെട്ടവന്റെ രാഷ്ട്രീയമാണ്, സാധാരണക്കാരന്റെ രാഷ്ട്രീയമാണ്, അധ്വാനിക്കുന്നവന്റെ രാഷ്ട്രീയമാണ്. അവിടെ ജാതിയും മതവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഏത് രാഷ്ട്രീയമാണ് പ്രിയമുള്ളവരെ കേരളത്തിന് അനുഗുണമായിട്ടുള്ളത്? അത് BJPയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം പ്രാവർത്തികമാക്കാനും സാക്ഷാത്കരിക്കാനും ലക്ഷ്യത്തിലെത്താനും വേണ്ടിയിട്ടാണ് 25 വർഷം മുമ്പ് KT ജയകൃഷ്ണൻ ബലിദാനിയായി മാറിയത്. കണ്ണൂരും ജില്ലയിലും മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ധീരരായ ഉശിരന്മാരായ ആളുകൾ ബലിദാനികളായത് ഈ രാഷ്ട്രീയം മുറുകെ പിടിച്ചുകൊണ്ടാണ്.
തന്റെ ജീവനേക്കാൾ പ്രിയതരമായ മഹത്തരമായ ആദർശത്തിന് വേണ്ടി, ആദർശത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ നൂറുകണക്കിന് ബലിദാനികള് ഈ കേരളത്തിൽ മുഴുവൻ തന്നെ ബലിദാനികളായത്. KT ജയകൃഷ്ണന്റെ ബലിദാനത്തിൽ BJP നടത്തുന്ന അനുസ്മരണത്തിൽ കേവലം ജയകൃഷ്ണനെ കുറിച്ച് മാത്രമല്ല, ആദർശത്തിന്റെ ബലിപീഠത്തിൽ ആഹുതി ചെയ്ത ധീരന്മാരായ ഉശിരന്മാരായിട്ടുള്ള എല്ലാ പോരാളികളുടെയും എല്ലാ ബലിദാനികളെയും ഞങ്ങൾ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അവരുടെ എല്ലാം ദീപ്തമായ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അവർ കുടിമാടത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മെ ഏൽപ്പിച്ച ആദർശത്തിന്റെ തീപ്പന്തം, നമ്മുടെ വിജയ പതാക അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് പ്രിയമുള്ളവരെ ഇവിടെ നാം എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടി ഈ ബലിദാനത്തിലൂടെ തകർക്കാം തളർത്താമെന്ന് കരുതണ്ട. ഏതെങ്കിലും ചില ആളുകൾ അധികാരത്തിന്റെ അപ്പകഷ്ടത്തിന് വേണ്ടി അപ്പുറവും ഇപ്പുറവും മാറിയാൽ ഈ പ്രസ്ഥാനം തകരുമെന്ന് ആരെങ്കിലും കരുതണ്ട. ഉശിരന്മാരായ ബലിദാനികൾ ജീവൻ നൽകി രക്തം നൽകി പടുത്തുയർത്തിയ പ്രസ്ഥാനം അതൊരിക്കലും കേരളത്തിന് നമ്മൾ തകരാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ധീരരായ ബലിദാനികൾ ഉയർത്തിയ ധീരരായ ബലിദാനികളുടെ ജ്വലിക്കുന്ന സ്മരണ അതിന്റെ പ്രേരണയും പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ജീവൻ സമർപ്പിച്ചത് അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല, നമ്മുടെ കടമ. ജയകൃഷ്ണനെ സംബന്ധിച്ച് നമുക്ക് ഉണങ്ങാത്ത മുറിവാണ്. ഒരിക്കലും ഉണങ്ങില്ല ആ മുറിവ്. ജയകൃഷ്ണന്റെ ബലിദാനം ഉണങ്ങാത്ത മുറിവാണെങ്കിൽ വറ്റാത്ത പ്രചോദനമാണ്. ഉണങ്ങാത്ത മുറിവും വറ്റാത്ത പ്രചോദനവുമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടിയിട്ട് നാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി 2025 നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് ഇത്തരം ബലിദാനികളുടെ ഉജ്ജ്വലമായ സ്മരണകള് പ്രേരണയാവട്ടെ, പ്രചോദനമാകട്ടെ, ഇന്ധനമാകട്ടെ.